guys, welcome back to my channel. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് B.Ed 4th സെം സിലബസിൽ വരുന്ന ടോപ്പിക്കാണ്. നിങ്ങൾക്ക് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നതിനെ പറ്റിയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കമ്പാരിസൺ, എക്സാമിന് പൊതുവെ ചോദിക്കാറുള്ള കമ്പാരിസൺ ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്. അപ്പോൾ നിങ്ങൾ ഈ ചാനലിലേക്ക് പുതിയതായിട്ടാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതേപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ താമസിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ B.Ed സിലബസിൽ വരുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ KTET, സെറ്റ് അങ്ങനെയുള്ള എക്സാംസിനും നിങ്ങളുടെ സ്കൂളിലേക്കുള്ള ഇൻ്റർവ്യൂസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണിത്. അപ്പം നമുക്ക് ഈ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഫസ്റ്റ് വൺ, നമ്മൾ ഒരു കമ്പാരിസൺ പോലെയാണ് ഇത് പഠിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം കൊടുത്തേക്കുന്ന ഡെഫിനിഷനാണ്. അപ്പോൾ ഡെഫിനിഷനിൽ നോക്കിക്കേ, ഫസ്റ്റ് വൺ നമ്മൾ നോക്കാൻ പോകുന്നത് സ്പെഷ്യൽ എഡ്യൂക്കേഷനെ പറ്റിയിട്ടാണ്. അപ്പം ഇറ്റ് ഈസ് സെപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഫോർ ചിൽഡ്രൻ വിത്ത് ഡിസബിലിറ്റീസ്, അതായത് ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികൾ, അതായത് സ്പെഷ്യൽ കിഡ്സിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള എഡ്യൂക്കേഷനാണ് എന്ത് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ. ദെൻ അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ എന്തായിരിക്കും? ചിൽഡ്രൻ വിത്ത് ഡിസബിലിറ്റീസ് പ്ലേസ്ഡ് ഇൻ റെഗുലർ സ്കൂൾസ് ബട്ട് വിത്ത് മിനിമൽ സപ്പോർട്ട്. അപ്പം ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷനിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ എന്താ, ഈ സ്പെഷ്യലായിട്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ എന്താ റെഗുലർ സ്കൂൾസിൽ തന്നെ അവർക്ക് മിനിമൽ സപ്പോർട്ടേ പക്ഷേ അവിടെ കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെ റെഗുലർ സ്കൂൾസിൽ, അതായത് നോർമൽ സ്കൂളിൽ കുട്ടികളെ വിട്ട് പഠിപ്പിക്കുന്നതാണ് ഈ ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികളെ നോർമൽ സ്കൂളുകളിൽ വിട്ട് പഠിപ്പിക്കുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ. ഇനി നെക്സ്റ്റ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ നോക്കുമ്പം ഓൾ ചിൽഡ്രൻസ് ലേൺ ടുഗദർ വിത്ത് നെസസറി സപ്പോർട്ട് ആൻഡ് അഡാപ്റ്റേഷൻസ്. അപ്പം എന്താ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിൽ ഒരു വേർതിരിവൊന്നുമില്ല. എല്ലാ കുട്ടികളും ഡിസേബിൾഡ് ആയിട്ടുള്ളവരും അല്ലാത്തവരും എല്ലാവരും ഒരു കുടക്കീഴിലായിരിക്കും. അപ്പോൾ അതാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് പോയിന്റ് ഡെഫിനിഷൻ എഴുതുക. ഇനി നെക്സ്റ്റ് വൺ പ്ലേസ്മെൻറ്റ്. അപ്പം സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ വരുമ്പം കുട്ടികൾ പ്ലേസ്ഡ് ആവുന്നത് എവിടെയാണ്? സ്പെഷ്യൽ സ്കൂൾസിൽ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ക്ലാസ്സസിലായിരിക്കും കുട്ടികളെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷനിൽ വരുമ്പോൾ എന്തായിരിക്കും? റെഗുലർ സ്കൂളുകളിലാണ് കുട്ടികൾ, പക്ഷേ സെപ്പറേറ്റ് ആയിട്ടുള്ള സെക്ഷൻസ് ആയിരിക്കും. നിങ്ങൾക്കറിയാം, നമ്മുടെ ഗവൺമെൻറ് സ്കൂളുകളൊക്കെ എടുത്ത് നോക്കിയാൽ മനസ്സിലാകും. ഈ സ്പെഷ്യൽ ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇൻക്ലൂസീവ് ആയിട്ടുള്ളൊരു ക്ലാസ് റൂം അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും സ്കൂളുകളിൽ. അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടായിരിക്കും അവരെ പഠിപ്പിക്കുക. അപ്പോൾ അതാണ് ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷനിൽ. ദെൻ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ്? പ്ലേസ്ഡ് ഇൻ റെഗുലർ സ്കൂൾസ് വിത്ത് മിനിമൽ പാർട്ടിസിപ്പേഷൻ ഇൻ ജനറൽ. അപ്പം അവിടെയും എന്താ, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിൽ കുട്ടികൾ റെഗുലർ സ്കൂളിലായിരിക്കും, പക്ഷെ അവർക്ക് എന്താ പാർട്ടിസിപ്പേഷൻ അവിടെ കുറവായിരിക്കും. പാർട്ടിസിപ്പേഷൻ ഫുൾ പാർട്ടിസിപ്പേഷൻ, അതായത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിലേക്ക് വരുമ്പോൾ അവർക്ക് ഫുൾ പാർട്ടിസിപ്പേഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇൻ്റഗ്രേറ്റഡിലാണ് എന്ത് ലിമിറ്റഡ് ആയിട്ടുള്ള പാർട്ടിസിപ്പേഷൻ ഉണ്ടാവുന്നത്. തിരിഞ്ഞു പോകരുത്, ഇൻ്റഗ്രേറ്റഡും ഇൻക്ലൂസീവും ഒക്കെ ഏകദേശം സെയിം ആയിട്ട് വരുന്നതുകൊണ്ട് നമുക്ക് ചില പോയിന്റ്സിൽ വ്യത്യാസം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് പഠിക്കുക. ഇനി അടുത്തത് ഫോക്കസ്. സ്പെഷ്യൽ എഡ്യൂക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദ ഫോക്കസ് ഈസ് ഓൺലി ഓൺ ചിൽഡ്രൻ വിത്ത് ഡിസബിലിറ്റീസ്. അവിടെ എന്താ, സ്പെഷ്യൽ കിഡ്സ് അല്ലേ ഉള്ളൂ, അപ്പോൾ അവർക്കായിരിക്കും ഫുൾ ഫോക്കസ് കിട്ടുക. ഇനി ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷനിലോട്ട് വരുമ്പോഴത്തേക്കും എങ്ങനെയാണ്? ഫോക്കസ് ഓൺ പ്ലേസിങ് ചിൽഡ്രൻ ഇൻ മെയിൻ സ്ട്രീം സെറ്റിങ്സ്. അപ്പോൾ അവിടുത്തെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കുട്ടികളെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരിക്കും. അതായത് എൻ്റെ കുട്ടികൾ ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികളാണ്, പക്ഷെ അവർ എല്ലാവരും പഠിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും കിട്ടി പഠിക്കണം എന്നുള്ള ഒരു ഇതിൽ പേരൻസ് കൊണ്ടുപോയി മെയിൻ സ്ട്രീം സ്കൂളുകളിൽ വിടത്തില്ലേ. അപ്പോൾ അവിടെ ഫോക്കസ് എന്ന് പറയുമ്പോഴത്തേക്കും എന്തായിരിക്കും? കുട്ടികളെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരിക്കും ഫോക്കസ്. ദെൻ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിലേക്ക് നോക്കുമ്പോഴത്തേക്കും എന്താ, അതൊരു അഡാപ്റ്റിംഗ് ആയിട്ടുള്ള സിസ്റ്റം ആയിരിക്കും. അതായത് എല്ലാ സ്റ്റുഡൻസും അവിടെ ഈക്വലി അഡാപ്റ്റബിൾ ആയിട്ട് പോകുന്നു എന്നുള്ളതാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിൽ ഉള്ളത്. അപ്പോൾ അടുത്ത പോയിന്റ് നമ്മൾ നോക്കാൻ പോകുന്നത് കരിക്കുലം. അപ്പം കരിക്കുലം നോക്കുമ്പോൾ നമ്മുടെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? കരിക്കുലം എന്ന് പറയുമ്പോഴത്തേക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള കരിക്കുലം ആയിരിക്കും അല്ലേ. സ്പെഷ്യൽ കിഡ്സിൻ്റെ കേസിൽ വരുമ്പോൾ അവർക്ക് വേറെ തന്നെ ഒരു കരിക്കുലം ആയിരിക്കും അവർക്ക് വേണ്ടി ഫോം ചെയ്തിട്ടുണ്ടായിരിക്കുക. ദെൻ ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷനിലേക്ക് നോക്കുമ്പം സെയിം കരിക്കുലം ബട്ട് ലിറ്റിൽ മോഡിഫിക്കേഷൻ. അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷനിൽ വരുമ്പോൾ എങ്ങനെയായിരിക്കും? കുട്ടികൾ എന്താ നമ്മുടെ നോർമൽ സ്കൂളിലാണല്ലേ, അപ്പോൾ അവിടെ എന്താ കരിക്കുലം സെയിം ആയിരിക്കും എല്ലാ കുട്ടികൾക്കും, പക്ഷേ ഈ സ്പെഷ്യൽ കിഡ്സിന് വേണ്ടിയിട്ട് ചെറിയ മോഡിഫിക്കേഷൻസും കാര്യങ്ങളും ഒക്കെ അവർ കൊടുക്കുമായിരിക്കും. ദെൻ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിലേക്ക് നോക്കുമ്പോൾ എന്താ, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള, അതായത് എല്ലാവർക്കും പറ്റുന്ന രീതിയിലുള്ള ഒരു കരിക്കുലം ആയിരിക്കും. അപ്പോൾ അതെന്താ, ഡൈവേഴ്സ് ലേണിംഗ് നീഡ്സിനെ മീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കരിക്കുലം ആയിരിക്കും. അതായത് എല്ലാവരുടെയും ലേണിംഗ് നീഡ്സിനെ മീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കരിക്കുലം ആയിരിക്കും ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് കരിക്കുലത്തിൻ്റെ കേസിൽ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. ദെൻ
ദെൻ നമ്മൾ ടീച്ചർ ട്രെയിനിങ്ങിൻ്റെ കേസിലേക്ക് നോക്കുമ്പോൾ സ്പെഷ്യൽ കിഡ്സിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ എഡ്യൂക്കേഷനിലാണെന്നുണ്ടെങ്കിൽ എന്താ സ്പെഷ്യലി ട്രെയിൻഡ് ആയിട്ടുള്ള എഡ്യൂക്കേറ്റേഴ്സ് ആ സ്കൂളുകളിൽ ഉണ്ടായിരിക്കും. നോർമലായിട്ടുള്ള ടീച്ചേഴ്സ് അല്ല, ഇങ്ങനെയുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ തന്നെ ട്രെയിൻഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ട്, അവർ വന്നിട്ട് ഉണ്ടായിരിക്കും സ്പെഷ്യൽ എഡ്യൂക്കേഷൻ്റെ കേസിൽ. ദെൻ ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ജനറൽ ടീച്ചേഴ്സ് ആയിരിക്കും വിത്ത് ലാക്ക് ഓഫ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ട്രെയിനിങ്. നമുക്കറിയാം നമ്മുടെ നോർമൽ സ്കൂളുകളിൽ എന്താ ഇങ്ങനത്തെ സ്പെഷ്യൽ കിഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ ആരെങ്കിലുമൊക്കെ പഠിച്ചിട്ടുള്ളവരോ വല്ലോ ട്രെയിനിങ്ങിന് പോയിട്ടുള്ളവർക്കൊക്കെ മനസ്സിലാകും എന്താണ് നോർമൽ സ്കൂളിൽ എന്താ നമ്മുടെ ജനറൽ ആയിട്ടുള്ള ടീച്ചേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അവർക്ക് ഈ പറഞ്ഞ സ്പെഷ്യൽ കിഡ്സിനെ നോക്കാനുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും ഒന്നും പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ അതായിരിക്കും ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷനിൽ ടീച്ചർ ട്രെയിനിങ്ങിൻ്റെ കാര്യം വരുന്നത്. ദെൻ നമ്മുടെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിലേക്ക് പോകുമ്പം അവിടെയും ജനറൽ ടീച്ചേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. പക്ഷേ അവർക്ക് എന്താണ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ട്രെയിനിങ്ങും അതേപോലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ സപ്പോർട്ടും അവർക്കവിടെ കിട്ടുന്നുണ്ട്. ട്രെയിനിങ്ങും കിട്ടുന്നുണ്ട്, അല്ലാതെ തന്നെ ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററിൻ്റെ സപ്പോർട്ടും കൂടി ഈ പറഞ്ഞ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിൽ ടീച്ചേഴ്സിന് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ഓർത്തിരിക്കുക. ദെൻ ദ നെക്സ്റ്റ് വൺ ഈസ് സ്റ്റുഡൻറ്റ് അഡാപ്റ്റേഷൻ. അപ്പം സ്പെഷ്യൽ കിഡ്സ് അല്ലെങ്കിൽ സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ വരുമ്പം എഡ്യൂക്കേഷൻ ഡിസൈൻ ടു സപ്പോർട്ട് ദ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ്. അപ്പം എന്താണ് നമ്മുടെ സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ വരുമ്പോൾ അവിടെ എഡ്യൂക്കേഷൻ ഡിസൈൻ ചെയ്തേക്കുന്നത് എങ്ങനെയാണ് ഈ സ്പെഷ്യൽ കിഡ്സ് അല്ലെങ്കിൽ ഡിസേബിൾഡ് ആയിട്ടുള്ള കിഡ്സിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള എഡ്യൂക്കേഷനാണ് അവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ അത് ഇൻ്റഗ്രേറ്റഡിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരിക്കും സ്റ്റുഡൻസ് മസ്റ്റ് അഡ്ജസ്റ്റ് ടു മെയിൻ സ്ട്രീം എഡ്യൂക്കേഷൻ. അവിടെ സ്റ്റുഡൻസ് ഈ പറഞ്ഞ മെയിൻ സ്ട്രീം എഡ്യൂക്കേഷനിലോട് അവർ അഡ്ജസ്റ്റ് ആവേണ്ടി വരും. അവരെ അഡ്ജസ്റ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്, അവർക്ക് ഈ ഒരു സിസ്റ്റത്തിനോട് അവർ അഡ്ജസ്റ്റ് ആവേണ്ടി വരുവാണ് ചെയ്യുന്നത് ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷനിൽ. ദെൻ നമ്മുടെ ഇൻക്ലൂസീവിലേക്ക് പോകുമ്പോൾ എങ്ങനെയായിരിക്കും എഡ്യൂക്കേഷൻ ഡിസൈൻ ടു മീറ്റ് ഡൈവേഴ്സ് ലേണിംഗ് നീഡ്സ്. അവിടെ എന്താ ഫ്ലെക്സിബിൾ കരിക്കുലം എന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ. അതായത് പല കുട്ടികളെ അല്ലെങ്കിൽ പല ലേണിംഗ് നീഡുകളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് നമ്മുടെ ഇൻക്ലൂസീവിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതാണ് സ്റ്റുഡൻറ്റ് അഡാപ്റ്റേഷൻ്റെ കേസിൽ പറയാനുള്ളത്. ദെൻ സോഷ്യൽ ഇൻട്രാക്ഷൻ. നമുക്കറിയാം സ്പെഷ്യൽ സ്കൂളിലാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇൻട്രാക്ഷൻ വിത്ത് പിയേഴ്സ് ഹാവിങ് സെയിം ഡിസബിലിറ്റീസ്. അവിടെ എല്ലാ കുട്ടികളും ഈ പറഞ്ഞ ഒരേപോലെയുള്ള കുട്ടികളാണ് അല്ലേ, ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളാണ്. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു പിയർ ഇൻട്രാക്ഷൻ ആയിരിക്കും സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ സ്പെഷ്യൽ സ്കൂളുകളിൽ നടക്കുന്നത്. ദെൻ ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷനിലാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക ലിമിറ്റഡ് ഇൻട്രാക്ഷൻ വിത്ത് മെയിൻ സ്ട്രീം സ്റ്റുഡൻസ്. നമുക്കറിയാം അല്ലേ നമ്മുടെ സ്കൂളിലൊക്കെ നമ്മുടെ ഇവിടെയുള്ള സ്കൂളുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുട്ടികൾ എന്താ ഇങ്ങനെ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ ഒരു പരിഹാസ രൂപേണയൊക്കെ കാണുന്ന നമുക്ക് നിങ്ങൾ ടീച്ചർ ട്രെയിനിങ്ങിനൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും അങ്ങനത്തെ കുട്ടികളുള്ള സ്കൂളുകളിലൊക്കെ. നമ്മുടെ കുട്ടികളൊന്നും ഇപ്പോഴും അതൊന്നും എന്താ ഒരു നോർമൽ എന്നുള്ള രീതി കാണാനൊന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ അവർ കളിയാക്കുന്ന രീതിയിലുള്ളൊരു സമീപനമാണ് പൊതുവെ കാണാറ്. അപ്പോൾ അതാണ് ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷനിൽ ഈ പറഞ്ഞ സോഷ്യൽ ഇൻട്രാക്ഷൻ്റെ കാര്യം പറയുവാണെങ്കിൽ. ദെൻ അത് ഇൻക്ലൂസീവിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരിക്കും ഫുൾ ഇൻട്രാക്ഷൻ ആൻഡ് പാർട്ടിസിപ്പേഷൻ വിത്ത് ഓൾ സ്റ്റുഡൻസ്. ഇൻക്ലൂസീവ് എന്ന് പറയുമ്പോൾ എല്ലാവരെയും ഒരു കുടക്കീഴിലാണല്ലോ കാണുന്നത്, അതുകൊണ്ട് തന്നെ അവിടെ എല്ലാ ഇൻട്രാക്ഷൻസും ഉണ്ടായിരിക്കും. അതേപോലെ കുട്ടികളുടെ ഈക്വൽ പാർട്ടിസിപ്പേഷനും അവിടെ ഉണ്ടായിരിക്കും. ദെൻ അക്സസിബിലിറ്റി. അപ്പോൾ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ്റെ കേസിൽ വരുമ്പോൾ സ്പെഷ്യൽ സ്കൂൾ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഫോർ ഡിസേബിൾഡ് സ്റ്റുഡൻസ്. അപ്പോൾ അവിടെ ഡിസേബിൾഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് സ്കൂൾ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ സ്പെഷ്യലായിട്ട്, അതായത് റാമ്പുകൾ, പിന്നെ അതുപോലെ തന്നെ അവർക്ക് അക്സസിബിൾ ആയിട്ടുള്ള ടോയ്ലറ്റ്സ്, ക്ലാസ് റൂംസ്, അങ്ങനെ അവരുടെ ആവശ്യത്തിന് രീതിയിൽ സ്കൂളിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ. ഇനി ഇൻ്റഗ്രേറ്റഡിലേക്ക് വരുമ്പോൾ എന്താ ലിമിറ്റഡ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ആയിരിക്കും ഉണ്ടായിരിക്കുക. എല്ലാ സ്കൂളുകളിലും ഒന്നും ഈ പറഞ്ഞ റാമ്പും കാര്യങ്ങളും ഒന്നും ഉണ്ടാവണമെന്നില്ല. ഇനി അത് ഇൻക്ലൂസീവിലേക്ക് വരുമ്പോൾ എന്താ ഫുള്ളി ആക്സസിബിൾ ഫോർ ഓൾ സ്റ്റുഡൻസ്. എല്ലാ കുട്ടികളുടെയും നീഡിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന കരിക്കുലമായിരിക്കും, എഡ്യൂക്കേഷൻ സിസ്റ്റം ആയിരിക്കും, അതേപോലെ സ്കൂൾ ഇൻഫ്രാസ്ട്രക്ചറും അങ്ങനെയായിരിക്കും. ദെൻ ഗോൾ ഈസ് ടു പ്രൊവൈഡ് സെപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഫോർ CWSN, അതായത് ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ്. അതായത് ഇവിടെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ്റെ കേസിൽ അവിടുത്തെ ഗോൾ എന്ന് പറയുന്നത് എന്താ ടു പ്രൊവൈഡ് സെപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഫോർ ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ്. അതായത് ഈ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ്റെ ഗോൾ. ദെൻ ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ്റെ ഗോൾ എന്ന് പറയുമ്പോൾ അവിടെ എന്തായിരിക്കും സംഭവിക്കുന്നത് ലിമിറ്റഡ് ആയിട്ടുള്ള പാർട്ടിസിപ്പേഷൻ ആയിരിക്കും. നമ്മുടെ ഈ ഒരു ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് ഇല്ലെങ്കിൽ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ ലിമിറ്റഡ് പാർട്ടിസിപ്പേഷൻ മാത്രമേ ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷനിൽ നടക്കുന്നുള്ളൂ. പക്ഷേ ഇൻക്ലൂസീവിലേക്ക് പോകുമ്പോൾ ഈക്വൽ ആയിട്ടുള്ള പാർട്ടിസിപ്പേഷനും ഈക്വൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസും ആയിരിക്കും എല്ലാ ലേണേഴ്സിനും അവിടെ കിട്ടുന്നത്. അപ്പോൾ അതാണ് ഗോളിൻ്റെ കേസ് നോക്കുവാണെങ്കിൽ. ഇനി ലാസ്റ്റ് പോയിന്റ്, ബെസ്റ്റ്
ഫോർ ഓൾ സ്റ്റുഡൻസ് ഹു നീഡ് സ്പെഷ്യൽ സപ്പോർട്ട്. അപ്പോൾ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ആർക്കാ ബെസ്റ്റ് ആയിട്ടുള്ളത്? ഈ പറഞ്ഞ സ്പെഷ്യൽ ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടല്ലേ, അവർക്ക് സ്പെഷ്യൽ സപ്പോർട്ട് വേണ്ട കുട്ടികൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതാണ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ. ദെൻ ഇൻറ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ സം സ്റ്റുഡൻസ് ഹു നീഡ് ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട്. ചില കുട്ടികൾക്ക് ഇൻറ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഓക്കെയാണ്, പക്ഷേ ചിലർക്ക് സപ്പോർട്ട് കൂടുതൽ വേണ്ടവർക്ക് പക്ഷേ അവിടെ ലിമിറ്റേഷൻസ് ഉണ്ടായിരിക്കും. ദെൻ നമ്മുടെ ഇൻക്ലൂസീവിലേക്ക് പോകുമ്പം ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്താ, എല്ലാവർക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് തന്നെയാണ് അല്ലേ. അതായത് എല്ലാവരുടെയും ലേണിംഗ് നീഡ്സിനെ മീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കരിക്കുലവും എഡ്യൂക്കേഷൻ സിസ്റ്റവും ഒക്കെയാണ് ഇൻക്ലൂസീവ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബെസ്റ്റ് ഫോർ ഓൾ സ്റ്റുഡൻസ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഇൻറ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ, അതേപോലെ തന്നെ നമ്മുടെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. ഇത്രയും കാര്യങ്ങൾ ഇത് കമ്പാരിസൺ പൊതുവെ ചോദിക്കാറുണ്ട്. നമ്മുടെ 4 മാർക്ക് 5 മാർക്കിൻ്റെയൊക്കെ ഇതിൽ ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ്, കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പം ഇങ്ങനെ കമ്പയർ ചെയ്ത് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ 3 കാര്യങ്ങളും കൂടി നിങ്ങൾക്ക് ഒറ്റയടിക്ക് അങ്ങ് പഠിച്ച് തീർക്കാം. ഓരോന്നിനെ പറ്റിയിട്ടിരുന്ന് പഠിക്കുക അല്ലാതെ ഇത്രയും പോയിൻറ്റ്സ് നിങ്ങൾക്ക് കുറച്ചൊക്കെ ഗ്യാസ് കയറ്റി എഴുതാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ടൊന്ന് മെൻഷൻ ചെയ്യുക. അതേപോലെ ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ BEd ഫ്രണ്ട്സിനും കൂടിയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോസൊക്കെ കാണുന്നതെങ്കിൽ പ്ലീസ് ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു ടോപ്പിക്കായിട്ട് വേറെ വീഡിയോയിൽ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ.